ഹലോ ഫ്രണ്ട്സ്, അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം? എല്ലാവരും ഹാപ്പി ആയിരുന്നോ? ഞാൻ ഇന്ന് നിങ്ങളോട് വ്യത്യസ്തമായ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ, നമുക്കെപ്പോഴെങ്കിലും നമുക്കായിട്ട് മാത്രം സമയം കിട്ടാറുണ്ടോ? അവചാരിതമായി കിട്ടും അല്ലേ, വീട്ടിലാരുമില്ലാത്തപ്പോൾ. അപ്പോഴെങ്കിലും ആ സമയം ഉപയോഗപ്പെടുത്തുക. കുട്ടികളോ ഭർത്താവോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റംഗങ്ങളോ ഇല്ലാത്ത സമയത്തെങ്കിലും അത് ഉപയോഗപ്പെടുത്തുക, നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ചില ദിവസങ്ങൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് നമ്മുടെ കൺട്രോളിലായിരിക്കില്ല അല്ലയോ. ചിലപ്പോൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ കൺട്രോളിലായിരിക്കില്ല. എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുമ്പോൾ മഴ വരും, അപ്പോൾ നമ്മളത് മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്താൽ ചിലപ്പോൾ മാറ്റി വയ്ക്കേണ്ടി വരും അല്ലയോ. അപ്പോൾ നമ്മുടെ കൺട്രോളിലല്ല ആ കാര്യങ്ങളൊന്നും. പക്ഷെ നമ്മുടെ കൺട്രോളിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ടല്ലേ. നമുക്കിഷ്ടമുള്ള ജോലികൾ ചെയ്യുമ്പോൾ, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, ടി വി കാണുമ്പോൾ, അല്ലെങ്കിൽ പത്രം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡ്രസ്സ് അയൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കഴുകുമ്പോൾ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഓഫീസ് ജോലി ചെയ്യുമ്പോഴായാലും ശരി, ആ സമയത്തൊക്കെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും അല്ലയോ. നമുക്ക് ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് ജീവിക്കാനും പറ്റും. നമ്മുടെ മാത്രം സമയം, വേറെ ആരും വീട്ടിലില്ലാത്തപ്പോൾ നമുക്ക് ആ കിട്ടുന്ന കുറച്ച് സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. മൈൻഡ്ഫുള്ളായിട്ട് അത് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് സൈലൻ്റ് ആക്കുക, ടി വി ഒന്ന് ഓഫാക്കുക. ആ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക, മനസ്സുകൊണ്ട് എൻജോയ് ചെയ്യുക. ഒരു കപ്പ് ചായയോ കോഫിയോ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുക. അതൊരു നല്ല കപ്പിലൊഴിക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ചെന്നൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. വളരെ സാവധാനം ആ ചായ സിപ്പ് ചെയ്ത് കുടിക്കുക, ആസ്വദിച്ച് കുടിക്കുക. അത് എവിടെ നിന്നുണ്ടായി വന്നു, ആ പാൽ എവിടെ നിന്ന് വാങ്ങിച്ചു, ആ തേയില എങ്ങനെ വന്നു, ആരാ തേയില ഉണ്ടാക്കി, ഇതെല്ലാം ഓർത്ത് നല്ല സ്വപ്നങ്ങളും നല്ല ചിന്തകളും കൂടി നമ്മൾ ആ ചായ സിപ്പ് ചെയ്ത് കുടിക്കുക. അത് നന്നായിട്ടൊന്ന് ആസ്വദിക്കുക. ആ ഫ്ലേവർ മനസ്സിലാക്കി അതിൻ്റെ രുചി ആസ്വദിക്കുക. നമ്മളിരിക്കാൻ ചൂസ് ചെയ്യുന്ന സ്ഥലവും നമുക്കിഷ്ടമുള്ളൊരു സ്ഥലമായിക്കോട്ടെ, അവിടെ തന്നെ ഇരിക്കണം. ഇത് ആസ്വദിച്ച് കുടിച്ചു കൊണ്ടിരിക്കുക. സമയമെടുത്ത് തന്നെ കുടിക്കുക. നല്ല ചിന്തകളിൽ കുറച്ച് സമയം മുഴുകിയിരിക്കുക. നമ്മൾ എന്നും ചായ കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും ധൃതി പിടിച്ച് അത് ആസ്വദിക്കാതെ നിന്നുകൊണ്ടോ നടന്നുകൊണ്ടോ ഒക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. സമയപരിധി കൊണ്ടാവാം, ആസ്വദിക്കാൻ സമയമില്ലാത്തതും കൊണ്ടാവാം. പക്ഷേ വല്ലപ്പോഴെങ്കിലും നമ്മളത് ആസ്വദിച്ച് കഴിക്കുക, അതിൻ്റെ രുചി അറിഞ്ഞ് കഴിക്കുക. നമ്മൾ അത് മനസ്സിലാക്കി ആസ്വദിച്ച് തന്നെ ആ സമയം ഉപയോഗപ്പെടുത്തണം. ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കുക. നമ്മൾ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുമ്പോൾ തന്നെ ചില ദിവസങ്ങൾ നമുക്ക് മടിയായിരിക്കും അല്ലേ. അപ്പോൾ അത് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് കാണില്ല, പക്ഷെ നമുക്ക് ചെയ്യേണ്ടി വരുന്നു, ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളത് സാവധാനം ചെയ്യുക. ആ വർക്ക് നമ്മൾ ആസ്വദിച്ച് ചെയ്യുക. ആസ്വദിച്ചും സാവധാനവും ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നുന്നില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ള സോഫ്റ്റ് മ്യൂസിക് കേട്ടുകൊണ്ട് നമ്മളുടെ ജോലിയിൽ ഏർപ്പെടുക. നമുക്ക് അന്നേരത്തെ സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയുടെ ടയർഡ്നെസ്സും നമുക്ക് അനുഭവപ്പെടില്ല. ജീവിതത്തിൽ നമുക്ക് എന്നും നല്ല ദിവസവും അഴുക്ക ദിവസവും ഉണ്ടാവുമല്ലേ, എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല. പക്ഷേ നമ്മുടെ ബാഡ് ഡേയും നൈസ് ഡേയും അല്ലെങ്കിൽ ഗുഡ് ഡേയും നമുക്ക് നല്ലതുപോലെ സ്വീകരിക്കാം അല്ലയോ. നമുക്കൊരു ബാഡ് ഡേ വന്നെന്നും പറഞ്ഞ് അതൊരു നിശ്ചിത സമയത്തേക്ക് മാത്രമായിരിക്കും ആ ബാഡായിട്ട് ഫീൽ ചെയ്യുന്ന. അത് കഴിയുമ്പോൾ അത് മാറിപ്പോകും അല്ലയോ. അപ്പോൾ ഞങ്ങൾ ബാഡും ഗുഡും സെയിമായിട്ട് സ്വീകരിക്കുക. ആ ബാഡിനെയും നമ്മൾ സാവധാനം സ്വീകരിക്കുക, ആസ്വദിച്ച് സ്വീകരിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കതൊരു വളരെ വേദനയായിട്ട് തോന്നില്ല. അത് നമ്മൾ ആസ്വദിക്കുകയാണ്, നമ്മൾ സ്വയം സമാധാനപ്പെടുകയാണ്. അതിന് നമുക്ക് ഭാരം തോന്നുകയും ദേഷ്യവും എല്ലാവർക്കും വരും അല്ലേ.
ദേഷ്യം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? വളരെ സാവധാനത്തിൽ അത് സ്വീകരിക്കുക. കാരണം നമുക്ക് ദേഷ്യം വരുന്ന എന്തെങ്കിലും ഇമോഷൻസ് കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് സ്വീകരിക്കുന്നതും വളരെ സാവധാനത്തിലായിരിക്കുക. നമ്മൾ എടുത്ത് ചാടി അഭിപ്രായം പറയുകയും എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ദേഷ്യമുള്ളപ്പോൾ ഒരിക്കലും ഒരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്യുകയോ ഒരു തീരുമാനം എടുക്കുകയോ ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ.